നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. നിത്യതയോട് നമ്മെ അടുപ്പിക്കുന്ന ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വചനം നമ്മളെ ശുദ്ധീകരിക്കും, ശക്തീകരിക്കും, തിരുത്തും, ശാസിക്കും. ഇതെല്ലാം ദൈവവചനം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. വചനത്തോടെപ്പോഴും നമുക്ക് ക്രിയാത്മകമായ ഒരു പ്രതികരണം ഉണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മിൽ വരുത്തുന്ന രൂപാന്തരം അത് വളരെ അത്ഭുതകരമാണ്. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ നമ്മെ പ്രകോപിപ്പിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും വിഷമം ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളം തകരുമ്പോൾ, കണ്ണ് നിറയുമ്പോൾ അസഹ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. നാം അസഹ്യപ്പെടുന്നത് ശരിയോ തെറ്റോ, അത് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉള്ള ഒരു കുറവ് മാത്രമാണ്. നമുക്കനിഷ്ടമായ കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അസഹ്യത ഉണ്ടാകുന്നത്. ഇത് നമ്മെ എങ്ങോട്ട് നയിക്കും എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ തൻ്റെ സ്വന്തം പട്ടണത്തിലുള്ളവർ യേശുവിൽ ഇടറിപ്പോയ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ യേശുവിനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ഇത് യേശുവിനെക്കുറിച്ചുള്ള വചനമാണ്. യേശുവിനെ തള്ളിയിടുവാനായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നാണ് നാം ഇവിടെ കാണുന്നത്. കാരണം യേശു പറഞ്ഞ വാക്കുകൾ, ഉപദേശങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് അവരെ പ്രകോപിപ്പിച്ചു. അവർക്ക് അസഹ്യത ഉണ്ടായി. അവർ അസഹ്യത വെളിപ്പെടുത്തിയത് യേശുവിനെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി തള്ളി താഴോട്ട് ഇടുവാൻ ഉള്ള നിലയിലാണ്. നാം മറ്റുള്ളവരോട് അസഹ്യപ്പെടുന്നത് മൂലം തീർച്ചയായും അവരുമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടുവാൻ ഏറെ സാധ്യതയുണ്ട്. അന്യോന്യം പകയ്ക്കുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ ഇടയാകും. എന്തുകൊണ്ടാണ് നാം അസഹ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവ ഇഷ്ടത്തോട് നാം അനുരൂപപ്പെടാതിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് അനിഷ്ടമായത് ആരെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പോൾ നാം തലകീഴായി മറിയുന്നു. എല്ലാറ്റിനെയും എല്ലാവരെയും നാം എതിർക്കുന്നു. മറ്റുള്ളവർ നമ്മിൽ നിന്ന് വളരെ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമാണ് മറ്റുള്ളവരുടെ പ്രതികരണം എന്ന് കാണുമ്പോൾ എത്ര വലിയ അസഹ്യതയാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. കോപം, ദേഷ്യം, അരിശം, വെറുപ്പ്, പക, ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ വികാരങ്ങൾ നമ്മിൽ തലപൊക്കുന്നു. ഇത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഇത് നമ്മെ സംബന്ധിച്ച് അപകടകരമാണ്. കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നാം അത് വെച്ചുകൊണ്ടിരിക്കാറില്ല. എത്രയും വേഗം അത് എടുത്തു കളയാറുണ്ട്. അതുപോലെ തന്നെയാണ് കണ്ണിൽ കരട് പോയാലും ആ കരട് നാം ആരും വെച്ചുകൊണ്ടിരിക്കത്തില്ല. എത്രയും പെട്ടെന്ന് കാലിലെ മുള്ളും കണ്ണിലെ കരടും എടുത്തു കളയുവാൻ നാം ജാഗ്രത കാണിക്കുന്നത് പോലെ തന്നെയാണ് ഈ പാപവും അതിനോട് ഉള്ള നമ്മുടെ മനോഭാവവും. മറ്റുള്ളവരോട് അസഹ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ കാലിൽ മുള്ളു കൊള്ളുമ്പോൾ ആ മുള്ള എടുത്തു കളയുവാൻ നാം കാണിക്കുന്ന അതേ ഉത്സാഹം, അതിലും കൂടുതൽ ഉത്സാഹം അസഹ്യത എന്ന പാപത്തെ നമ്മിൽ നിന്ന് നീക്കിക്കളയുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനവിനായി നല്ല വാക്കല്ലാതെ മറ്റൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവർക്ക് നന്മ വരുന്നതും സമാധാനം ഉളവാക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ നമ്മിൽ നിന്ന് പുറപ്പെടാവൂ. നാം അസഹ്യപ്പെടുമ്പോൾ
നമ്മുടെ ശരീരഭാഷയ്ക്ക് പോലും വ്യത്യാസമുണ്ടാകും. നമ്മുടെ മുഖം മ്ലാനമാകുന്നു. എല്ലാവരെയും നമ്മൾ അടച്ച് കുറ്റം പറയുന്നു. സന്തോഷത്തെ മാറ്റി നമ്മുടെ ഉള്ളിലെ പ്രത്യാശയെ അത് തകർക്കുന്നു. യേശുവിൻ്റെ രാജ്യം നമ്മിലില്ലാതെ പോകും. ദൈവരാജ്യം നമുക്ക് മരീചിക പോലെ ആകുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇതും നമ്മെ മുറുകെ പറ്റുന്ന പാപമാണെന്ന് മനസ്സിലാക്കി അസഹ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ അത് മനസ്സിലാക്കി ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് അവയെ നേരിടുവാൻ പരിശുദ്ധാത്മാവിൽ നാം എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അസഹ്യതയുടെ ആത്മാവ് നമ്മെ വിട്ടുപോകും. നാം ദൈവസന്നിധിയിൽ നാം ചെയ്തു പോയ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി ഉടനടി ചെന്ന് ആ പാപം ചെയ്തതിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ അടുക്കൽ നാം ചെല്ലണം. നമ്മുടെ പാപങ്ങൾ അവനോട് ചൊല്ലണം. തീർച്ചയായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നാം വിധേയപ്പെടുത്തണം. അപ്പോൾ കർത്താവ് തൻ്റെ രക്തത്തിൽ നമ്മെ ശുദ്ധീകരിച്ച് ഈ പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും വിടുവിക്കും എന്നുള്ളത് തീർച്ചയാണ്. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. മുറുകെ പറ്റുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് സ്വതന്ത്രരാക്കണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.